എൻ്റെ പ്രിയപ്പെട്ട വായനക്കാർക്ക് വേണ്ടി ഒരു കൊച്ചു നോവലായ പുനർജനി സമർപ്പിക്കട്ടെ. വേനൽ കാലവർഷത്തിന് വഴിമാറിക്കൊടുക്കാനുള്ള ഒരാവേശത്തോടെ, അതുമല്ലെങ്കിൽ രംഗബോധമില്ലാത്ത ഒരു കോമാളിയെപ്പോലെ അരങ്ങു തകർത്താടുന്ന വേനലിനെ നോക്കി കാലവർഷം തൻ്റെ ഊഴമായെന്നറിയിച്ചു. പച്ച പിടിച്ച സർവ്വ പുൽനാമ്പുകളെയും വിഴുങ്ങിയ സംതൃപ്തിയോടെ പിൻവാങ്ങാനുള്ള അതൃപ്തി പുറത്തുകാട്ടി ഒന്നാഞ്ഞുറഞ്ഞു തുള്ളി പിറകിലമർന്ന വേനലിനെ നോക്കി കാലവർഷം അട്ടഹസിച്ചു ചിരിക്കുന്നത് ഏവർക്കും കേൾക്കാമായിരുന്നു. ചിറ്റേടത്തെ കറുപ്പുസ്വാമിയുടെ ഇളയ അനുജൻ ശങ്കരൻ്റെ വിവാഹമാണ് നാളെ. അതിൻ്റെ ഒരുക്കങ്ങളുമായി ആ ഗ്രാമം മുഴുവനും ചിറ്റേടത്തുണ്ട്. കുളത്തിലെ വെള്ളം നിശ്ചലമായി കിടന്നിരുന്നു. ചങ്ങരൻ നാലുപാടും നോക്കി. കുളി കഴിഞ്ഞ് ഇനി ബാക്കി കാര്യം. ചങ്ങരൻകുട്ടി ഏതാ വല്യങ്ങൂന്ന് വിളിക്കണോ? ഓ, രാമൻ പണിക്കരാണ്. ചിറ്റേടത്തെ കാര്യസ്ഥനും സൂക്ഷിപ്പുകാരനും എല്ലാമാണ് അയാൾ. ഈ ഏട്ടൻ്റെ ഒരു കാര്യം, ഒന്ന് കുളിക്കാനും കൂടി നേരം തരില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യുക? ശങ്കരൻ മനസ്സുകൊണ്ട് മുഷിഞ്ഞു. തൻ്റെ ഉടുത്തിരുന്ന ഈരിഴത്തോർത്ത് മാറ്റി മുഷിഞ്ഞു നാറിയ മുണ്ടെടുത്ത് കൊടുത്തു. മിനിറ്റുകൾക്കകം ഓടിയ ഏട്ടനരികിലെത്തി. നീ എവിടെയായിരുന്നു ശങ്കര? ഒരു 100 ജോലികൾ ഇവിടെ കിടക്കുമ്പോൾ കുളിക്കാൻ ധൃതിയായോ നിനക്ക്? കറുപ്പൻ ഈർഷ്യയുടെ അനുജനെ നേർക്ക് ചാടിക്കയറി. ശങ്കരൻ്റെ മിഴികൾ നിറഞ്ഞു. അതിരാവിലെ ഉറക്കമുണർന്ന താൻ ഇതുവരെ ഒന്നും കുത്തിയിരുന്നിട്ടില്ല. ജോലിക്കാർ ധാരാളമുണ്ടെങ്കിലും വിരലിൽ എണ്ണിത്തിട്ട പെടുത്താൻ പറ്റാത്തത്ര ജോലികൾ തനിക്ക് ഏട്ടൻ തരും. അതിൽ പരിഭവം ഒന്നും ശങ്കരന് ഇതുവരെ ഏട്ടനോട് തോന്നിയിട്ടില്ല. ഏഭ്യൻ, ഞാൻ നിന്നോടാ പറഞ്ഞേ, നാളത്തെ ദിവസം നിൻ്റേതാണെന്ന് കരുതി വല്ലാതെ അങ്ങോട്ട് നകളിക്കേണ്ട. ഉപ്പേരിക്കുള്ള കായ അങ്ങോട്ട് ചെത്തി അരിഞ്ഞോളാം. അത് കഴിഞ്ഞിട്ട് മതി കുളിയും തേവാരവും. ഏട്ടൻ ചാടിത്തുള്ളി പുറത്തേക്ക് പോകുന്നത് ശങ്കരൻ നിറമിഴികളോടെ കണ്ടു.